ഈയിടെയായിട്ടേ പല സിനിമകളിൽ, ഇന്ത്യൻ സിനിമകളിൽ, ഹിന്ദി, തമിഴ്, തെലുങ്ക്, കന്നഡ, മലയാളം, എവിടെ നോക്കിയാലും നായക കഥാപാത്രങ്ങൾ, അതും ഗംഭീര കഥാപാത്രങ്ങൾ. ഈ ഭയങ്കര സിഗരറ്റ് വലി എല്ലാവരും. മമ്മൂട്ടി, മോഹൻലാൽ, ദിലീപ്, പിന്നെ ദുരന്തർ, കുറേ പേര് പല സിനിമയിലും ഉണ്ടാവും. ഞാനിപ്പോൾ ഒരു മൂന്നാലഞ്ചെണ്ണത്തിൻ്റെ കാര്യം പറഞ്ഞല്ലോ. നമ്മളങ്ങനെ പറയുകയാണല്ലോ. അപ്പോൾ അതിനകത്ത് അതെന്താ അങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ ടൊബാക്കോ കമ്പനിക്കാർ വല്ലതും വല്ല പൈസ വല്ലതും കൊടുക്കുന്നുണ്ട് ഇവന്മാർക്ക്. ഇപ്പോഴത്തെ ഒരു ജനറേഷൻ വലി കുറവായതുകൊണ്ട് വലിയൊന്ന് പ്രോത്സാഹിപ്പിച്ചേക്കാമെന്ന് കരുതി സിഗരറ്റ് സ്മോക്കിംഗ് ഈസ് ഇൻജൂറിയസ് ടു ഹെൽത്ത് എന്നൊക്കെ സ്ക്രീനിൽ എഴുതി വെച്ചിട്ട് നായകന്മാർ പുകച്ച് തള്ളിക്കൊണ്ട് ഒത്തിരിയായി പല സിനിമയിലുണ്ട്. സീരീസ് വല്ലതും ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയോ, ആവശ്യമില്ലാത്തൊരു വലിയായി. ഇപ്പം മോഹൻലാലും ദിലീപ് കൂട്ടിരുന്നെങ്കിൽ വലിക്കുക, ജീപ്പിനകത്തൊക്കെ ഇരുന്ന്. മമ്മൂട്ടിയാണ് ഒരു സിനിമ മൊത്തം വലിക്കുക. വേറെ ഒന്നും ഇല്ലേടേ. അത് മമ്മൂട്ടിക്ക് വലിക്കാൻ വയ്യാത്ത മമ്മൂട്ടിയെ കൊണ്ടുവരെ വലിപ്പിച്ചെന്ന് പറഞ്ഞാൽ ഓർത്ത് വയ്ക്കുകയെ. എവിടെയോ ഒരു തകരാറ് പോലെ. ഒരു സമയത്ത് കള്ളുകൂടി പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ട് സിനിമകളിലൊക്കെ കുറേ മദ്യം ഉപയോഗിക്കുമായിരുന്നു. അവർ മദ്യപിച്ചിട്ട് കിടന്ന് അർമാദിക്കുന്നു. ഇതൊരുമാതിരി സ്റ്റൈല് പിന്നെയും തുടങ്ങി. പണ്ടൊക്കെ ഉണ്ടാകുന്നത് ഭയങ്കര സ്റ്റൈലാണ്, സിഗരറ്റ് വലിക്കുന്ന എന്തോ സ്റ്റൈല് പോലെ. ഇപ്പോൾ കുറേ പിള്ളേർ വലിക്കുന്നുമുണ്ട്. പെൺപിള്ളേരടക്കം അങ്ങ് ഭയങ്കര വലിയ. ചില പെൺപിള്ളേരൊക്കെ വലിക്കുന്ന കണ്ടാൽ തന്നെ അറിയാം ഇത് എന്തിനോ ആരോ നിർബന്ധിച്ചിട്ട് വലിപ്പിക്കുന്ന പോലെ, അല്ലെങ്കിൽ ആരോ കാണിക്കാൻ വേണ്ടി ഒന്ന് വലിക്കുന്ന പോലത്തെ കുറേ വലിക്കാറില്ലേ. അവരൊക്കെ ഇങ്ങനെ പുറത്തൊക്കെ ഇറങ്ങിയിട്ട് പ്രത്യേകം വലിക്കും. അങ്ങനത്തെ വലിക്കാരെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ടോ എന്നൊരു സംശയമില്ലാതില്ല. പല സിനിമയിലും ഉണ്ട്, ശ്രദ്ധിച്ചു നോക്കൂ. ഇനി എങ്ങാനും അതുപോലെ വലിച്ചുകൊണ്ടാലും വന്നാൽ ഞാൻ ആക്ഷൻ എടുക്കും. ഓക്കെ.